ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. റമദാനിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നല്ലൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനിവിടെ കൂന്തൽ എടുത്തിട്ടുണ്ട്, നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കുക കൂന്തൽ. പിന്നെ ഇവിടെ പച്ചരി ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്, അത് സോക്ക് ചെയ്ത് വെക്കുക. ഒരു 1/4 മണിക്കൂറൊന്ന് വെച്ചാൽ മതി കേട്ടോ. 1 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ എടുക്കാം കേട്ടോ. തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് കൂന്തൽ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് മഷിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇനി മിക്സിയുടെ ജാറിൽ അരി ഇട്ട് കൊടുത്തല്ലോ, അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ 1 കപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഇഞ്ചി കൂടി പോകരുത്, കയ്പ്പ് ടേസ്റ്റ് വരും. പിന്നെ ഒരു 1.5 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാടങ്ങ് ഫൈനാക്കി അടിക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയ തരികൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചെറിയ പീസൊന്ന് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയായാലും കുഴപ്പമൊന്നുമില്ല, ഒരു 4-5 ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് ഫൈനാക്കി അരക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ തരികൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടിച്ചെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ കല്ലുമ്മക്കായ്ക്കൊക്കെ അരക്കുന്നില്ല, അതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വരെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൂടുതലങ്ങ് ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ കല്ലുമ്മക്കായ്ക്കൊക്കെ ആക്കുന്നില്ല, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ കൂന്തലിന് ഇത്രയും അരി വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ കൂന്തൽ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്, നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഭാഗവും 1/4 ഭാഗവും ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാടങ്ങ് കുത്തി നിറക്കരുത്. ഈ കൂന്തൽ വേവിച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ചുരുങ്ങും കേട്ടോ. അപ്പോൾ ആ അരിയൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് 1/2 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. കുത്തി നിറക്കണ്ട. അപ്പോൾ അങ്ങനെ എല്ലാം മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. രണ്ടും കൂടി പ്രസ് ചെയ്തിട്ട് കുത്തി കൊടുക്കുക, പുറത്തേക്ക് വരാതിരിക്കാനാണ് കേട്ടോ. ഇത് എൻ്റെത് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ടൂത്ത് പിക്കൊക്കെ വേറെ തന്നെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കുക. 2 എണ്ണം വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ കിട്ടും. അപ്പോൾ ഒരുപാടങ്ങ് കുത്തി നിറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ നല്ല പോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നല്ല പോലെ ബ്രഷ് ചെയ്തതിന് ശേഷം ഇത് ഓരോന്നും വെച്ചിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരുപാട് ചെറുതായിട്ടുണ്ട്, നല്ല പോലെ ചുരുങ്ങിയിട്ടുണ്ട് കൂന്തൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ നിറച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുളക് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ വെളുത്തുള്ളി ഒന്ന് മുഴുവനായിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, നോക്കിയിട്ട് ലാസ്റ്റ് വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ജീരകമായാലും കുഴപ്പമില്ല, ഒരു ചെറിയ ജീരകമാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരിയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ആ മല്ലിയിലെയും കറിവേപ്പിലൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ. ഇതുപോലെ തിക്കാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പോലെ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുളകൊക്കെ കല്ലുമ്മക്കായ്ക്കും തയ്യാറാക്കാട്ടോ. നല്ല ടേസ്റ്റാണ് കല്ലുമ്മക്കായ്ക്ക് ഇതുപോലെ മുളക് തയ്യാറാക്കിയാൽ. ഈ മുളകും ഉപ്പും മാത്രം ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ.
പിന്നെ ഈ കൂന്തൽ നിറച്ചത് ഒരുപാട് വിധത്തിലാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് മസാല വെച്ചിട്ടും തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തി പോലെ ആക്കിയിട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലോട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.